പ്രൈസ് ലോർഡ്. കർത്താവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില സമയങ്ങളുണ്ട്. മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയത്തില്ല എന്ന് മാനുഷികമായി നമ്മൾ ചിന്തിക്കുന്ന, മാനുഷികമായി നമ്മൾ ഉറപ്പിക്കുന്ന ചില സമയങ്ങൾ. ആ സമയത്താണ് പലപ്പോഴും പലതരത്തിലുള്ള തീരുമാനങ്ങൾ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ മുന്നോട്ട് പറ്റത്തില്ല എന്നുള്ള സാഹചര്യം എന്നെത്തി നിൽക്കുമ്പോഴാണ് പലതരത്തിലുള്ള അബദ്ധമായ തീരുമാനങ്ങൾ പലപ്പോഴും പലരും എടുക്കുന്നത്. എന്നാൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സറഫത്തിലെ വിധവയുടെ വീടിനകത്തേക്ക് നമ്മളെ ചിന്തയെ അല്ലെങ്കിൽ നമ്മളൊന്ന് നോക്കിക്കേ. ആ സഹോദരിയുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനി തനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന സാഹചര്യം വന്ന് നിൽക്കുക. ഇനി അവൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഇനി അവൾക്ക് ജീവിക്കാനൊരു വഴിയില്ല, സാധ്യതയില്ല, സാഹചര്യമില്ല എന്ന അവസാന ടൈമിനകത്ത്, ആ പർട്ടിക്കുലർ ടൈം വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിലൊരു പ്രവചന ശബ്ദം കൈമാറട്ടെ. നമ്മൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി ഇല്ല എന്ന് അവസാനിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയമാകുമ്പോൾ ദൈവമക്കളെ വിശ്വാസത്തോടെ പറയാം, വിശ്വാസത്തോടെ ചിന്തിക്കുക. കർത്താവിൻ്റെ കരുതൽ അവിടെ വെളിപ്പെടും. ആ സഹോദരിക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു വിടുതലാണ് തൻ്റെ ജീവിതത്തിനകത്ത് അവിടെ നടന്നത്. അങ്ങനെ ഒരു വിശാലത, അങ്ങനെ ഒരു വർധനവ് തൻ്റെ ലൈഫിനകത്ത് ഒരിക്കലും ഉണ്ടാകുമെന്ന് അവൾക്ക് പ്രതീക്ഷിക്കാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവൾ മരണത്തിനു വേണ്ടി മരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്ലാൻ ചെയ്തതും ചിന്തിക്കുന്നതും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥനയോടെ ഇരുന്നാൽ, ഞാൻ പറയാം, നമുക്ക് കഴിയത്തില്ല എന്ന് പറയുന്ന സമയമാകുമ്പോൾ കർത്താവിൻ്റെ കരം വെളിപ്പെടും. ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധിയിലൂടെ, തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഞാൻ പറയാം, നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. നിങ്ങളുടെ വ്യക്തിപരമായ ലൈഫിനകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. അബദ്ധമായ തീരുമാനങ്ങൾ എടുക്കാതെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യും. ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.